ഗിയർ അറിയാം, റോഡ് റിവേഴ്സ്. ഇതിന് റോഡ് എവിടെയാ? മറ്റേതിനകത്ത് റോഡാണ് കാണിച്ചത്. അല്ല, ഡ്രൈവ്. ശരി. ഇത് AMT ഗിയർ ബോക്സ് ആണ് പറയുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് മുന്നിലേക്ക് ഓടാൻ, ന്യൂട്രൽ, ന്യൂട്രൽ, റിവേഴ്സ്. ഇവിടെ ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ട്, കണ്ട ന്യൂട്രൽ. മാമ ഒന്ന് എയിലോട്ടൊന്ന് മാറിക്കേ. ഇപ്പൊ ഇതവിടെ വന്ന കണ്ട 1A എന്ന് വന്ന കണ്ട ഒന്നാമത്തെ ഗിയർ ആണ്. നമ്മൾ സ്പീഡ് എടുക്കുന്ന അനുസരിച്ചിട്ടാണ് ഗിയർ മാറുന്നത്. ന്യൂട്രൽ ഒന്ന് ആക്കിക്കാൻ വേണം. കണ്ട അവിടെ ന്യൂട്രൽ എന്ന് വന്നു. ഇപ്പൊ റിവേഴ്സാണ് മാം ഇട്ടിരിക്കുന്നത്. ന്യൂട്രൽ കിട്ടിയ. ഇത് നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം മാം? മുന്നിലേക്ക് പോകണമെങ്കിൽ എയിലിട്ടിട്ട് എന്ത് ചെയ്യണം? റിലീസ് ചെയ്താൽ മതി, നീങ്ങിക്കോളും. നിർത്തണമെങ്കില്ല, പിന്നെന്ത് ചെയ്യണം? ഗിയർ മാറണം. ഉറപ്പല്ലേ? കയ്യിലെന്ത് പറ്റി? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും ഇല്ലതായിരിക്കും. കണ്ടപ്പോഴേ മനസ്സിലായി. മാം ആ സ്റ്റിയറിംഗ് ഒന്ന് വെറുതെ ഒന്ന് റൈറ്റിലേക്കൊന്ന് തിരിച്ചു നോക്കാൻ. ഫുള്ള് തിരിക്കും. ലെഫ്റ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ചു. മാം കുറച്ചുകൂടെ എളുപ്പം തിരിക്കാൻ പറ്റുമോ നോക്കിക്കാം. വീലം നേരെയാക്കിക്കാം മാം. ഫുള്ള് തിരിഞ്ഞാ ഓക്കെ ആണോ? നമുക്കൊന്ന് ചുമ്മാ മുന്നോട്ട് എടുത്തു നോക്കാം. ഒരു റൗണ്ട് കൂടെ നേരെയാക്കണേ. ഇല്ല, പകുതിയെ തിരിച്ചോളാം. ഒന്ന് ഡ്രൈവ് ഇട്ടേ മാം. ഒന്ന് അതിനകത്ത് വേറെ എന്തെങ്കിലും ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടോ മാം? ഒരു ചോപ്പ് കളറിൽ. ഇനി എന്ത് ചെയ്യണം മാം? അല്ല, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്കിയാ മാം? ഇല്ല. ഇനി ഫ്രണ്ടിൽ എന്താ തടസ്സം നോക്കിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നീങ്ങും തോറും. അപ്പൊ അതൊക്കെ ഒന്ന് നീങ്ങി നോക്കിയാ മാം. ഒരു സെക്കൻഡ്, ആ കാറൊന്ന് പോട്ടെ. നമ്മൾ ആ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാണോ പുള്ളി ഒന്നുകൂടെ വേഗത കുറച്ച് വന്നത്. നമ്മൾ പോണേ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ പോസ്റ്റ് ചെയ്തൊന്ന് മാറിക്കൊടുത്താൽ മതി. നേരെയാക്കി. നേരെയാണോ? ഒന്നുകൂടെ നിർത്തിക്കാം മാം. അപ്പം മാം എന്താ ചെയ്തെന്ന് വെച്ചാൽ ബ്രേക്കിൽ നിന്ന് ഫുള്ള് വിട്ട് കളയുക ചെയ്തത്. അപ്പം എന്ത് പറ്റി? വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് ഓടുക ചെയ്തത്. അങ്ങനെ ഒരിക്കലും സമ്മതിക്കരുത്. ഇപ്പോഴും വിട്ട് കളയരുത്. നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് ഇത് നീങ്ങാവുള്ളൂ. ഇപ്പോഴും മാം അതേ നിന്ന് റിലീസ് ചെയ്ത് കളയുമ്പോൾ വണ്ടി അങ്ങ് സ്പീഡിൽ ഓടുക ചെയ്യുന്നത്. മാം പതുക്കെ ഒന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ അത് ഉറുമ്പ് ചലിക്കുന്ന പോലെ ഈ വണ്ടി നമുക്ക് നീക്കാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്ത് അത് തന്നെ സ്പീഡ് കൂടരുത്. ഒന്നുകൂടെ സ്ലോ ചെയ്യും. അത് തന്നെ. ഇപ്പം നിന്ന് പോയി. ഒന്ന് പതുക്കെ സ്ലോ ചെയ്ത് ഒന്നുകൂടെ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കും. പതുക്കെ ചലിക്കുന്ന പോലെ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ബ്രേക്ക് ഒന്ന് സ്പീഡ് കൂടുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് അതെ. ഇപ്പം നിർത്തുക ചെയ്യുന്നത്. പതുക്കെ ഒന്ന് മൂവ് ചെയ്യട്ടെ. നമുക്ക് റൈറ്റിലേക്ക് തിരിയാനാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ സപ്പോർട്ടും കൂടെ വേണം. ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് തിരിക്കും. അപ്പം നിന്നാ പോയത്. സ്ലോ ചെയ്തുകൊണ്ട് തിരിച്ചിട്ടില്ല. മതി, നേരെ ആക്കിയോ. മാമിന് ഒരു കുഴപ്പമില്ല. മാമിന്റെ മനസ്സിലൊരു ചെറിയൊരു ടെൻഷനുണ്ട്. അതെടുത്ത് മാറ്റണം മുന്നോട്ട് ഓടുമ്പോ കേട്ടോ. ഇല്ല, അതാണ് ഇപ്പൊ ഇതിന് ഞങ്ങളെ കണ്ടതിന്റെ ടെൻഷനാ. പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കൊന്ന് തിരിയാം. അപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും. എന്ത് വേണം? നമ്മളൊന്ന് ഷാർപ്പായിട്ടൊരു സ്ഥലമായത് ഇടവഴിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രേക്കിന്റെ കൺട്രോളിൽ വേണം വണ്ടി തിരിയാൻ. വേഗത കുറയ്ക്കും മാം. അപ്പോഴും മാം മുന്നിലേക്ക് പോയാൽ എന്ത് പറ്റും? ആ വണ്ടിക്ക് വേണ്ടി മുന്നിലേക്ക് പോയാൽ എന്ത് പറ്റും? നമുക്ക് ഇവിടെ തിരിയാൻ പറ്റില്ല. സ്ഥലം കഴിഞ്ഞു. ഇപ്പോഴും കിട്ടൂല. റിവേഴ്സ് ഒന്നും വേണ്ട മാം. അതിലെയാ നോക്കുന്നത്. അല്ല മാം, നോക്കിയത് എവിടെയാ? നോക്കുന്നത് എവിടെയാ? ഇപ്പൊ റൈറ്റിലേക്ക് തിരിയാൻ ഞാൻ പറഞ്ഞപ്പോ മാം എവിടെയാ നോക്കിയത്? അല്ല,
മാം ഇങ്ങനെയാ നോക്കിയത്, ഇങ്ങനെ ഈ ജനൽ ഈ വിൻഡോയിൽ കൂടെയാ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. വണ്ടി ഓടുന്ന എങ്ങോട്ട്? മുന്നോട്ട്. മാം ഇവിടെ നോക്കിയിരുന്ന ഒരിക്കലും മാമിന് ഇവിടെ തിരിക്കാൻ പറ്റില്ല. വണ്ടി ഈ ഭാഗമാണ് നമുക്ക് അങ്ങോട്ട് എടുക്കേണ്ടത്. അപ്പൊ ശ്രദ്ധ ഇവിടെയാ വരേണ്ടത്. മാം നോക്കിയാ ഇനി തിരിഞ്ഞാൽ കിട്ടുമോ നമുക്ക്? അപ്പൊ എന്ത് ചെയ്യണം? അല്ല, മാക്സിമം മാം തിരിച്ച്, കാരണം കഴിഞ്ഞു പോയി ആ സ്ഥലം. തിരിഞ്ഞാ ഇനിത് ഇവിടെ നോക്കിയേ, പതുക്കെ ഒന്ന് നീങ്ങി നോക്കി, ഇത് ഇങ്ങോട്ട് വരുമോ നോക്കി, നമുക്ക് പോകേണ്ട വശത്തേക്ക് ഫ്രണ്ട് വരുമോ നോക്കി, പതുക്കെ അനങ്ങി നോക്ക്. ഇപ്പോഴും അവിടെ നോക്കുന്നത് എന്തിനാ? ആ, ബാഗാണോ നോക്കിയ? പതുക്കെ അനങ്ങിക്ക്. അത്രയും പവറും വേണ്ട. ഇവിടെ തന്നെ ശ്രദ്ധിക്കും. പതുക്കെ ബ്രേക്ക് ചെയ്യും, നേരെയാക്കി വേണം. പതുക്കെ അനങ്ങട്ടെ. നേരെയാക്കിട്ടില്ല. ആ, ഇപ്പോഴും വണ്ടി മാമിനെ വലിച്ചോണ്ട് ഓടുക. ഒന്നുകൂടെ സ്ലോ ചെയ്ത് മാം ആ സോഫ്റ്റ് ആയിട്ട് ആ ബ്രേക്കിൽ ഒന്ന് പ്രസ് ചെയ്ത്. ഇത് ടൈറ്റിലാണ് നിർത്തിയ. ബ്രേക്ക് ന്യൂട്രലാക്ക്. കാല വേഗം എടുക്കണമെങ്കിൽ ഗിയർ ന്യൂട്രലാക്കണം. ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കണം. ഞെക്കണ്ടോ? വെറുതെ പൊക്കിയാണ്. ചെരുപ്പ് മാറ്റണമെന്ന് പറഞ്ഞു. നോക്കിക്കോ മാമിന് ഏതാണോ കംഫർട്ട് അങ്ങനെ നോക്കിക്കോ. എനിക്ക് ഇറന്നില്ല. ബ്രേക്ക് ചവിട്ടി പിടിച്ചോണ്ട് പൊക്കുക, പ്രസ് ചെയ്യുക, താഴ്ത്തുക. അതൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അതെ, അങ്ങനെ നോക്കിക്കുക. നമുക്ക് എങ്ങോട്ടാ മാറണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ വണ്ടി എങ്ങോട്ടാ പോണേ. ഒന്ന് സ്ലോ ചെയ്ത് നോക്കിയാൽ വണ്ടി ഇപ്പോഴും സഡൻ ആയിട്ടില്ല ബ്രേക്ക് ഔട്ടുന്ന. അതായിട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മതി മാം. മനസ്സിൽ വേഗത കുറയുകയും കൂടുകയും എല്ലാം ചെയ്യുന്ന അറിയേണ്ടത്. മാം കാലിൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാ. പതുക്കെ ഒന്ന് മൂവ് ചെയ്യട്ടെ മാം. അതിൽ ചെറുതായിട്ടൊന്ന് ലൂത കണ്ട നീങ്ങാൻ തുടങ്ങി. അതിനൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയാൽ പതുക്കെ ഒന്ന് ഇതേ സ്ലോ ആവാൻ തുടങ്ങി. കണ്ടാ? വീണ്ടും ഒന്ന് പതുക്കെ മൂവ് ചെയ്ത് നോക്ക്. അത്രയും മതി. വണ്ടി നീങ്ങാൻ തുടങ്ങുന്നേ. കണ്ടാ? ഒന്ന് സ്ലോ ചെയ്ത് നോക്കിയേ. കണ്ടാ? വീണ്ടും ഒന്ന് പതുക്കെ മൂവ് ചെയ്യട്ടെ. വളമെല്ലാം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പൊ വേഗത കുറയ്ക്കും മാം. വേഗത കുറയ്ക്കും. പതുക്കെ ഉരുളാൻ സമ്മതിക്കും. ചെറുതായിട്ട് നിന്ന് ഉരുണ്ടാ മതി. പതുക്കെ നിക്കട്ടെ. നിർത്തിയില്ല മാം. ബ്രേക്ക് ചെയ്ത് പിടി. ബ്രേക്ക് ചെയ്തിട്ടില്ല. കാലെടുക്കരുത് മാം. ഇപ്പോഴും എങ്ങോട്ടാ നോക്കിയാ? വണ്ടി ഇടിക്കാൻ പോകുന്ന എവിടെയാ? തിരിക്ക്, റൈറ്റിലേക്ക് തിരിക്കും. മതി. പതുക്കെ ഇവിടെ ശ്രദ്ധിക്ക്. പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തേ. അങ്ങനെ പതിയെ പോട്ടെ. വണ്ടി തിരിഞ്ഞു വരാൻ തുടങ്ങി. ഇപ്പൊ തൊട്ട് ഇത്തിരി നേരെയാക്കി കൊടുത്തേ മാം. കുറേശ്ശെ നേരെയാക്കിക്കേ. നേരെയാക്ക്. ആക്കിയില്ല. ശ്രദ്ധ വേറെ എവിടെയോ പോയി. നിന്ന ചേട്ടനിലോട്ട് പോയി. ഈ കാറിനെ പതുക്കെ ഒന്ന് ഒഴിവാക്കിക്കേ. അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. എങ്ങോട്ട് ഒഴിവാക്കണ്ട? അവരെ നോക്കിയിരിക്കരുത്. കണ്ടല്ലോ, വിഷ്വൽ ഇവിടെ തന്നെ ആയിരിക്കണം മാം. ഇത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഈ വണ്ടി ഓടാൻ പോകുന്നത് മാം. ഇതിനെയാണ് ബാലൻസ് ചെയ്യിക്കേണ്ടത് ഈ ഭാഗത്തിന്. ഇപ്പൊ റോഡ് റൈറ്റിലേക്കാണ്. നമ്മൾ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാം. എവിടെ വെച്ചാണോ റോഡ് എങ്ങനെയാണോ തിരിയുന്നത് അതുപോലെ ഈ ഭാഗത്തിനെ പതുക്കെ ചരിച്ചു കൊണ്ടുവരണം. അപ്പൊ വേഗത കുറയ്ക്കുകയും വേണം. ഒന്ന് ബ്രേക്കിൽ വന്നേ മാം. ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ടല്ലോ, നേരെയാ നിൽക്കുന്നത്. നമുക്ക് പതുക്കെ ചരിയണം. ഉറുമ്പ് ചലിക്കുന്ന പോലെ വണ്ടി നീങ്ങാവുള്ളൂ. വേഗത വരരുത്. പതുക്കെ അനങ്ങിക്ക്. മതി. തിരിച്ചു തുടങ്ങിക്കാൻ ഇങ്ങനെ തിരിയട്ടെ. വേഗത വേണ്ട. നേരെയാക്കി അതുപോലെ വേണ്ട. ഈ ഭാഗം വന്ന് തുടങ്ങുമ്പോൾ കുറേശ്ശെ നേരെയാക്കി കൊടുത്താൽ കറക്റ്റ് നേരെ കിട്ടും. വീണ്ടും നോക്ക്. ആ കാറിനെ നോക്കിയിരിക്കരുത്. നമ്മുടെ സൈഡ് എവിടാ നോക്ക്. നമ്മുടെ സൈഡ് എവിടാ? ഇവിടെയാണ് സ്ഥലം. അങ്ങോട്ടേക്ക് ഇതേ ഫ്രണ്ടിനെ മാറ്റി കൊടുത്തു നമ്മൾ. അതുപോലെ നേരെയാക്കുകയും ചെയ്തു. ശരിയല്ലേ? ഇനി അതിനകത്ത് എന്തോ തടസ്സമുള്ള പോസ്റ്റിന് നേർക്കാ പോണേ. അപ്പൊ ഒന്ന് മാറി എന്ന് തോന്നിയാൽ ഉടനെ നേരെയാക്കിക്കോണം. കിട്ടുന്നുണ്ടോ? ഇനി നമുക്ക് റൈറ്റിലേക്കാ പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? വേഗത കുറയ്ക്കും. ബ്രേക്കിൽ വേഗത കുറയ്ക്കും.
ബ്രേക്കിൽ വേഗത കുറയ്ക്കും. എന്നിട്ട് ഇവിടെ നോക്കി തിരിച്ചെടുത്ത് തിരിയുന്നുണ്ട്, അതിന് തിരിക്കരുത്. നേരെയാക്കി കൊണ്ടുപോവാ. കിട്ടിയാ? ഉറപ്പാണ്. ഇപ്പോഴും വട്ടം കറക്കുക. അത് ഈ കൈ താഴെ പിടിച്ചിരിക്കുന്നുണ്ട്, ഈ കൈ മേളിലായിരിക്കണ്ട, ബലം വേണ്ട. ഓക്കെ ആണോ? അടുത്ത റൈറ്റിൽ നിന്ന് തിരിയാം നമുക്ക്. ഓക്കെ, അടുത്ത റൈറ്റ്. അതൊക്കെ നീങ്ങട്ടെ. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഇപ്പൊ നമുക്ക് ബ്രേക്കിന്റെ ആവശ്യമില്ല. ആ ടേണിങ് എടുക്കുന്നതിന് മുമ്പ് ബ്രേക്കിന്റെ കൺട്രോളിലാക്കണം വണ്ടിയെ. അല്ല, അതെ, അടുത്ത റൈറ്റ്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തേ. കാലോടെ വരണം. സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക. വണ്ടി നമ്മളെ കൊണ്ട് ഓടരുത്, നമ്മളാണ് ഇതിനെ നീക്കേണ്ടത്. ബ്രേക്കിൽ വന്നില്ല. അങ്ങനെ ഫ്രണ്ടിനെ പതുക്കെ അങ്ങോട്ടേക്ക് മാനേജ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോഴേ തിരിച്ച് തീർക്കണ്ട, അങ്ങനെ പതുക്കെ മാനേജ് ചെയ്യും. ഇങ്ങോട്ട് തന്നെ ബ്രേക്കിൽ തന്നെ പോകാം. മാം ഇവിടെ ശ്രദ്ധിക്കും. ഇനി തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പതുക്കെ നേരെയാക്കി എടുക്ക്. കിട്ടിയാ? ആ സമയത്ത് വേഗതയും കൂടെ കുറച്ചാലേ നമുക്ക് ഈ വണ്ടി നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പോട്ടെ. ആള് വേറെ ആളായിരിക്കുക കേട്ടോ. ഇപ്പം ടെൻഷനാണ്. ആ ടെൻഷൻ കാരണം അതില് വരെ സമയമുണ്ട് നമുക്ക്. അതിനുള്ളിൽ വണ്ടി മാറ്റിയാൽ മതി. ശരിയല്ലേ? അപ്പൊ വേഗത ഉണ്ടാവരുത് ഒരിക്കലും. ഇങ്ങനെ തിരിഞ്ഞ് അവരെ നോക്കുകയും ചെയ്യരുത് അങ്ങോട്ടേക്ക്. നമുക്കിത് ഈ ഫ്രണ്ട് തട്ടാതെ തിരിച്ച് കൊണ്ടുവരണം. ഞാൻ പതുക്കെ ഒന്ന് വേഗത കുറച്ച് പോകാം. കുറയുന്നുണ്ടോ? ഈ ഫ്രണ്ട് നോക്കിക്കുക, എങ്ങോട്ടാ പോണേന്ന് നോക്കി. അതിനൊരു പതിയെ ചരിവ് കൊടുത്തോണ്ടിരുന്നേ. അങ്ങനെ ഇവിടെ തന്നെ മാം മാറ്റി നോക്കരുത്. മതിയല്ലോ. കുറേശ്ശെ നേരെയാക്കി പോ. കണ്ടാ? എങ്ങോട്ടാ മാറ്റണ്ടെന്ന് വെച്ചാൽ പതുക്കെ ഒന്ന് മാറ്റിക്കൊടു. മാറി എന്ന് തോന്നുമ്പോ നേരെയാക്കി എടുക്ക്. കിട്ടുന്നുണ്ടോ? ഇവിടെ ഒന്ന് പതുക്കെ ഒതുക്കി നിർത്തിക്കാൻ വന്നു. സൈഡിലേക്ക് വരുന്ന കണ്ടാ വണ്ടി വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം? വേഗത കുറയ്ക്കണം. ഇനിയും സൈഡിലേക്ക് പോകാൻ പറ്റുമല്ലോ. കിട്ടിയാ? നിക്കട്ടെ. നിർത്തിയില്ല, ഇപ്പോഴും നിർത്തിയില്ല, ഓടുക ചെയ്തത്. അല്ല മാം, വണ്ടി സൈഡിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക. നിർത്തിയില്ലെങ്കിൽ എന്ത് പറ്റും? സൈഡ് ചേർത്തത് വരെ ഓക്കെയാ, പക്ഷെ മാം നിർത്തിയില്ല. വണ്ടി ബ്രേക്കിന്ന് കാലെടുക്കരുത്. ഡ്രൈവ് ഇട്ടുമ്പോൾ ബ്രേക്കിന്ന് കാലത്ത് വണ്ടി ഓടും. ഇനി എങ്ങോട്ട് മാറ്റണം? ഇത് നേരെയാക്കി ഇടണം. ഈ വണ്ടി നേരെയാണോ? എങ്ങനെയാ നിക്കുന്നത്? അപ്പൊ ഇത്തിരി തിരിക്കും മാം റൈറ്റിലേക്ക്. അത് പതുക്കെ ഒന്ന് അനങ്ങാതെ ഈ ഭാഗം ഇങ്ങനെ നേരെ വരുന്ന കാണാൻ പറ്റും. ദേ വന്ന് കണ്ട, നിർത്ത്. കിട്ടിയാ? വീണ്ടും പോവാം. പതുക്കെ നീങ്ങട്ടെ മാം. നേരെയാക്കി പോവാ വണ്ടിയെ. ഓക്കെ ആണോ മാം? തിരിക്കാൻ നേരത്തെ അങ്ങോട്ടേക്ക് എത്തി നോക്കരുത് കേട്ടാ. വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയാ നമുക്ക് തിരിഞ്ഞു വരേണ്ടത്. പോട്ടെ. നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വണ്ടി ഓടിച്ചോണ്ടിരിക്കും. എന്നിട്ട് റോഡ് എങ്ങനെയാണോ ബെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ കൈയും പതുക്കെ തിരിച്ചു കൊടുത്തോണം വണ്ടിയെ. എവിടുന്ന വളവ് തുടങ്ങുന്നതെന്ന് നോക്കിയാൽ ഈ കരികിൽ കിടക്കുന്ന അവിടുന്നാ. അപ്പൊ വേഗത കുറയ്ക്കും മാം. എന്നിട്ട് തിരിച്ചു തുടങ്ങിക്കുക. തിരിച്ചിട്ടില്ല. മാമിന്റെ മനസ്സിൽ ആ വണ്ടിയാ. ശരിയല്ലേ? കാലെടുക്കരുത്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത് മാം. നമുക്കൊരു പബ്ലിക് റോഡിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെയല്ല മാം. കുറെ കൂടെ ഫ്രീ ആയിട്ടിരുന്നാലേ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പോകാൻ പതുക്കെ. ഇവിടെ ശ്രദ്ധിക്കും മാം. ഇത് ഇടിക്കാതെ നോക്കിയാൽ ഇത് അതിന്റെ നേർക്കുന്ന മാറ്റി കൊടുക്കും. ഈ ഒരു ഭാഗം കണ്ടോ മാം? ഇത് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടാ വണ്ടി വരാൻ പോകുന്നത്. മാം ഇപ്പൊ നോക്കിക്ക് ഇത് എങ്ങോട്ടാ ഇരിക്കുന്നത്? മതിലിന് നേർക്കാം. അപ്പം മുന്നോട്ട് പോകുന്നവർ ഇതിനൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടായിരിക്കണം. അങ്ങനെയല്ല മാം. ഈ സൈഡ് നോക്കിയിരുന്ന മാമിന് അത് മനസ്സിലായാൽ എങ്ങനെ തിരിയണമെന്ന്. മാം പകരം അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. പതുക്കെ ഒന്ന് മൂവ് ചെയ്തത് ഇത് മാറുന്നുണ്ടോന്ന് നോക്കി. ഈ ഭാഗം മാറുന്നുണ്ട് കണ്ടോ? ഇപ്പൊ ആ കാറിന് നേർക്കോട്ടാ വരുന്നത്. പതുക്കെ ചലിക്കട്ടെ. ചലിക്കുന്നതോറും ആ കാറിന്റെ നേർക്കുന്നത് ഇങ്ങനെ മാറ്റി കൊടുത്തോണ്ടിരിക്കണം. കണ്ട? മാറി എന്ന് തോന്നിയാ നേരെയാക്കി കൊണ്ടുപോവാ. നേരെ ആവട്ടെ. കിട്ടുന്നുണ്ടോ? ടെൻഷനിലാണ്. പോട്ടെ. പക്ഷെ ശ്രദ്ധ വേറെ എവിടെയൊക്കെയോ പോകുന്നുണ്ട്. ഇപ്പോഴും മാം നോക്കും. നമുക്ക് ഇടതുവശം ചേർന്നാ വണ്ടി ഓടിക്കണ്ടേ മാം? ഇടതുവശം നോക്കിക്കോ റോഡിന്റെ. അതെങ്ങനെയാണോ തിരിയുന്നത് അതുപോലെ വണ്ടിക്ക് തിരിവ് കൊടുത്താൽ മതി. ഇടതുവശത്ത് എവിടെയാ തിരിവ് വന്നിരിക്കുന്നത് നോക്കിയോ മാം? ഒന്ന് നോക്കിയോ എവിടെയാ?
എവിടെ മറ്റേ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ആ ടയർ കിടക്കുന്ന സ്ഥലം കണ്ട, അവിടുന്ന് തിരിയുന്നത് റോഡ്. അപ്പൊ അവിടെ വരെ മാം ഇങ്ങനെ തന്നെ പോവുക, ഈ സൈഡിൽ തട്ടാതെ കൊണ്ടുപോവുക. ആ ടയർ എത്തുന്ന സ്ഥലം എത്തുമ്പോ തൊട്ട് ഇത് ഈ ഭാഗത്തിന് പതിയെ പതിയെ ബെൻഡ് കൊടുത്തോണ്ടിരിക്കും. പതിയെ ഇങ്ങനെ തിരിക്കുന്ന അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കണം. ഇവിടെ മാം ഇപ്പോഴും വലത്തോട്ടാ മാം ശ്രദ്ധിച്ചത്, കണ്ടാ? നേരെ ആക്കുക, അതൊക്കെ ഒന്ന് നിർത്തിക്കുക മാം, ഒന്ന് നിർത്ത്. ഇപ്പോഴും മാം എവിടെയാ ശ്രദ്ധിച്ചത് തിരിഞ്ഞപ്പോ? അതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. മാമിന് അങ്ങനെ നോക്കണമെങ്കിൽ നിർത്തിയിട്ട് നോക്കിക്കോ, കുഴപ്പമില്ല. ഇല്ല ഇപ്പൊ നോക്കാം, ഒരു പ്രശ്നവും പറ്റില്ല. കാരണം വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കുക. റണ്ണിങ്ങിൽ മാം നോക്കിയാലും മാം ഉദ്ദേശിക്കുന്നിടത്തോട്ടായിരിക്കില്ല ഈ വണ്ടി പോകുന്നത്. പകരം വേറെ ഏതെങ്കിലും സൈഡിൽ പോയി കയറും. ഇവിടെ കിട്ടിയാ അതൊക്കെ പോട്ടെ പോട്ടെ. ഈ സൈഡ് നോക്കി നോക്കി മാം വണ്ടി പോയിക്കൊണ്ടേയിരിക്കട്ടെ. കയ്യിലെ വെയിറ്റും കൂടെ ഒന്ന് കുറച്ചേക്കണം. കൈ ഫ്രീ ആയിട്ട് നമുക്ക് തിരിക്കാനുള്ളതാ. ടെൻഷനാണ് ഒരുപാട്. വണ്ടിയിൽ കേറുന്നവരെ കുഴപ്പമില്ലായിരുന്നു. വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോട്. വണ്ടിയിൽ റൈറ്റിലേക്കാണ് പോകേണ്ടത്. മാം ഈ ലെഫ്റ്റ് സൈഡ് നോക്കി, എവിടെ നിന്നാണ് റൈറ്റിലേക്കുള്ള ടേൺ തുടങ്ങുന്നതെന്ന് നോക്കിയാൽ അപ്പൊ വേഗത കുറച്ച് കൊണ്ടുപോവാം. വണ്ടി മാക്സിമം സ്ലോയിലായിരിക്കണം, അങ്ങോട്ട് നോക്കണ്ട, പതുക്കെ പതുക്കെ വിട്ടുകൊടുക്കും. ഈ ഫ്രണ്ട് ദേ ആ മതിലിന് നേർക്ക ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. കണ്ടാ? അങ്ങനെ ഇത്തിരി സ്ലോ ചെയ്യും, അങ്ങനെ പതുക്കെ പതുക്കെ ഉരുളട്ടെ. ഇപ്പൊ ദേ ആ ഫ്രണ്ട് പതുക്കെ പതുക്കെ മാറ്റി കൊടുത്തേ, ആ മതിലേന്ന് മാറ്റി കൊടുക്ക്. മാറുന്നതായിട്ട് മാമിന് തോന്നണം. കണ്ടാ? ദേ മാറുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? നേരെ ആക്കി വാ. വേഗത സമയത്തും നിവർത്തുന്ന സമയത്തും വേഗത കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നേരെ കിട്ടാതെ മാമിന് സ്പീഡ് എടുക്കാൻ പറ്റില്ല വണ്ടിക്ക്. വീണ്ടും പോട്ടെ. വേഗതയിൽ വേരിയേഷൻ വരുത്തണം. അപ്പൊ കേട്ടാ, ഓടി മാറാൻ നോക്കരുത്. നിന്നിട്ടാണെങ്കിലും നമുക്ക് വണ്ടി മാറ്റിക്കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ഓടിയാ കിട്ടൂല കയ്യിൽ. ഇതിപ്പോ നമുക്ക് തിരക്കില്ലാത്ത റോഡാണ് മാമിന്, എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്ത് നിന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. തിരക്കുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. മാം ഒന്നുകൂടെ പാനിക്കാവും പുറകിൽ നിന്ന് ഹോണടി കേൾക്കുമ്പോൾ. ഇപ്പൊ ലെഫ്റ്റ് നോക്കിക്കാം മാം, എവിടെ നിന്നാണ് ആ ടേൺ തുടങ്ങുന്നതെന്ന് മാം നോക്കി പോയി. അപ്പൊ നല്ലപോലെ വണ്ടിയെ സ്ലോ ചെയ്യും. മാമിന്റെ കൺട്രോളിൽ പതുക്കെ പതുക്കെ ഉരുളാൻ സമ്മതിക്കും അതിന്. അതെ, അങ്ങനെ കുടഞ്ഞ് ആ ഒച്ചയൊന്നും മാം പേടിക്കണ്ട. പതുക്കെ ഏത് ഡയറക്ഷനിൽ മാറ്റണോ അങ്ങോട്ട് ഇതിനെ നോക്കി മാറ്റി കൊടുക്ക്. കണ്ടാ? മാറിയെന്ന് തോന്നിയാ പിന്നെ തിരിക്കരുത്, പിന്നെ അങ്ങനെ പിടിച്ചോണം. വണ്ടി നേരെ കിട്ടുമ്പോൾ നേരെയാക്കി എടുത്തു. കണ്ടേ? നോക്കി ഏത് സൈഡിലേക്കാ വണ്ടി പോണ. വട്ടം കറക്കരുത്, വട്ടം കറക്കിയാ കിട്ടൂല. മാമിന് നോക്കിയാ ഇങ്ങനെ കൈ പിടിച്ചിട്ടില്ലേ, മാമിന് ഹാഫ് ടേൺ ഇങ്ങനെ തന്നെ എടുക്കാം. കണ്ടാ? ഇങ്ങോട്ടും ഹാഫ് ടേൺ എടുക്കാം. അതിന് മേളിൽ തിരിക്കേണ്ടി വന്നാൽ മാത്രമേ വട്ടം കറക്കാവുള്ളൂ സ്റ്റിയറിങ്ങിന്. പോട്ടെ, സൈഡ് നോക്കി വണ്ടി അങ്ങോട്ടാ പോകുക. അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. വരുന്നു എന്ന് തോന്നിയാൽ നേരെയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ ഓടിക്കളയും. വീണ്ടും പോട്ടെ. ആ കാറിനെ നോക്കി പേടിക്കരുത്. മാമിന് തട്ടുമെന്ന് തോന്നിയാൽ നിർത്തിക്കോ വണ്ടി, ഒരു കുഴപ്പമില്ല. അതിനെ നോക്കി പേടിച്ചോണ്ട് ഓടിക്കരുത്. ഈ ലെഫ്റ്റ് സൈഡ് നോക്കി പോകും മാം, എങ്ങോട്ടാ വണ്ടി പോകുന്നതെന്ന് നോക്കിയാൽ. അപ്പൊ ഇത്തിരി മാറി എന്ന് തോന്നിയ ഉടനെ നേരെയാക്കി പോയി. കിട്ടുന്നുണ്ടോ? എവിടുന്നാ ടേൺ തുടങ്ങുന്നതെന്ന് നോക്കിയാ മാം. ആ ഇല വീണ് കിടക്കുന്നിടത്തുനിന്നാ ടേൺ തുടങ്ങുന്നത്, ശരിയല്ലേ? അപ്പൊ അവിടം വരെ ഈ വണ്ടി ഇങ്ങനെ നേരെ ഓടാം, ഒരു പ്രശ്നവും ഇല്ല. ഒന്ന് വേഗത കുറച്ചു തിരിക്കുന്നതിന് മുമ്പ്. സ്ലോയിൽ നീങ്ങട്ടെ, അങ്ങനെ നീങ്ങട്ടെ മാം. ഇവിടെ തന്നെ കീപ്പ് ചെയ്തോണ്ടിരുന്നു. ആ ഇല അവിടെ എത്തുമ്പോ തൊട്ട് ഇതിന്റെ ഡയറക്ഷൻ മാറട്ടെ. മാറട്ടെ. ആ കാറിൽ നിന്ന് മാറുന്നു തോന്നിയാ പിന്നെ തിരിക്കരുത്. ഫുള്ള് നേരെയാക്കി എന്ത് പറ്റും? ഇപ്പോഴും വലത്തോട്ടാ മാം ശ്രദ്ധിച്ചത്, കറക്റ്റ് അല്ലേ? ആ വലത്തോട്ടല്ലേ നോക്കിയത് മാം? ഇവിടെ നോക്കാതെ ഈ വണ്ടി മാമിന്റെ കയ്യിൽ വരില്ല. കൈ താഴെ വരരുത്. പോട്ടെ. ഞാൻ പറഞ്ഞില്ല മാം, ഈ ഒരു ഭാഗമാ ചെന്ന് ഇരിക്കാൻ പോകുന്നത്. എങ്ങോട്ട് മാം തിരിച്ചാലും മാം ഈ ഫ്രണ്ട് നോക്കിയാൽ മാമിന് അത് കൊണ്ടുപോകാൻ പറ്റും. ആ ചേട്ടന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത്തിരി മാറിക്കൊടുക്ക്. മാറി അയാളെ തട്ടില്ലാന്ന് തോന്നുമ്പോ നേരെയാക്ക്. കിട്ടിയാ? ഫ്രണ്ട് നോക്കി പതുക്കെ തിരിച്ച് കൊണ്ടുപോവാ. ഈ ഫ്രണ്ട് നോക്കി ഇത് പതുക്കെ മാറ്റി കൊണ്ടുപോവാ. അങ്ങനെ തന്നെ. മാറുന്നു തോന്നിയാ പിന്നെ തിരിക്കണ്ട.
വെയിറ്റ് ചെയ്യ്. വണ്ടി നേരെ വരുമ്പോൾ കുറേശ്ശെ നേരെയാക്കി എടുക്കുക. കിട്ടിയാ ഉറപ്പാണ്? ഇപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയാ കയ്യിൽ നിന്ന് പോകും വണ്ടി. ഇപ്പൊ നോക്കിയില്ല. അല്ല ഞാൻ പറയുക. നല്ലോണം പഠിച്ചവർക്ക് മാത്രമാണ് ക്ലാസ് എടുക്കുന്നത് വന്നിട്ട്, അല്ലാതെ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ? അല്ല അങ്ങനെ ഉണ്ട് മാം. മാം നമ്മളെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രാക്ടീസ് കുറവായിട്ട് സ്വന്തം വണ്ടിയിൽ ഓടിക്കണം, അല്ലെങ്കിൽ ആഗ്രഹമാണ് ഓടിക്കുന്നുള്ള. എല്ലാവരും ഇതേപോലെ തന്നെയാണ് മാം. ചിലവര് പെട്ടെന്ന് ഒരു 1 hour കഴിയുമ്പോൾ തന്നെ ക്ലിക്ക് ആവും, മനസ്സിലായി. പിന്നെ അവര് സ്മൂത്ത് ആയിട്ട് ഓടിച്ചാൽ മാറും. വേഗത കുറയ്ക്കും മാം. മാം തന്നെ ആലോചിക്കും. ഇവിടുന്നേ കൗണ്ട് ചെയ്യാവുള്ളൂ എവിടെ ഇട്ട് തിരിക്കണമെന്ന്. പതുക്കെ മൂവ് ചെയ്യും. അല്ല അവിടെ നോക്കി തിരിക്കരുത് വണ്ടിയെ. വേഗത കുറച്ച് പതുക്കെ തിരിഞ്ഞ് മാറിക്കോണേ. പതുക്കെ മൂവ് ചെയ്യട്ടെ. പയ്യെ തിരിഞ്ഞ് വിഷ്വൽ അങ്ങോട്ട് പോകരുത്. കണ്ണ് ഇവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ സൂപ്പർ. നേരെയാക്കി എടുക്ക. കണ്ട ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. പോട്ടെ. ആ ബൈക്കിന്റെ അടുത്ത് നേർക്കല്ലേ പോണേ? അതെ, നേരെയാക്കി എടുക്ക. ഇനി നമ്മുടെ സൈഡിൽ ഇനി ഒരുപാട് മിച്ചം. അങ്ങനെ വട്ടം കറക്കരുത്. ആ പെണ്ണിന് എടുക്കുന്ന ഒരു അകലം എടുക്കണ്ടേ? തിരിക്കുന്നതിന് മുമ്പ് വേഗത ഒന്നുകൂടെ കുറച്ച് വേണം. എന്നിട്ട് തിരിഞ്ഞ് വേണം. പിന്നെ കണ്ണെവിടെയാ പോണേ? ഒന്ന് അങ്ങോട്ട് തയ്യാറെടുത്ത് അത് പോട്ടെ. പതുക്കെ മൂവ് ചെയ്യട്ടെ. ഫ്രണ്ട് നോക്കി തിരിച്ച് കൊണ്ടുപോവാ. തിരിക്കും. വണ്ടി വന്ന് നേരെയാകാൻ തുടങ്ങുമ്പോൾ എളുപ്പം നേരെയാക്കി എടുക്കുക കൈ. അതന്നെ. വട്ടം കറങ്ങുമ്പോഴെല്ലാം വണ്ടി നേരെയായാൽ എളുപ്പം അത് നേരെയാക്കി എടുത്തോണം വണ്ടിയെ. അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ആ സൈഡിലേക്ക് ഓടി കയറും. ബ്രേക്ക് മുറുക്കി ബ്രേക്ക് ചെയ്തോ. ബ്രേക്ക് ലൂസ് ചെയ്തോ. പെട്ടെന്ന് ലൂസ് ചെയ്തോ. ബ്രേക്ക് അവിടെ നിൽക്കട്ടെ. ആ മിറർ നമുക്കൊന്ന് പുറത്തിറക്കണം. പതുക്കെ ഒരു ഇച്ചിരൂടെ ബ്രേക്ക് കാണാമല്ലോ. എങ്ങോട്ട് തിരിക്കണം മാം? ഒന്ന് ബെൻഡ് ചെയ്യ് റൈറ്റിലേക്ക്. മതി. 2 സൈഡും ഓക്കെ ആണോ നോക്കാം. പോവാ നമുക്ക്. ആ ബൈക്കുകാരന് ഇനി പോവാം. പോട്ടെ. ആ റൈറ്റ് ക്ലിയർ ആവുമ്പോ ഇനി ഇറങ്ങാം. വിട്ടുകളായിരുന്നു ബ്രേക്ക് ചെയ്താല്. ഇനി പതുക്കെ പോട്ടെ. ഫ്രണ്ട് നോക്കിയിരുന്നു. വേഗത വേണ്ട. പതുക്കെ നേരെയാക്കിയില്ല. കൈ അനങ്ങുന്നില്ല. പോട്ടെ. ടെൻഷനായി. ആ ജംഗ്ഷനിൽ പോട്ടെ. നമ്മള് ടെൻഷൻ അടിച്ചാൽ നമുക്കൊന്നും നടക്കത്തില്ല മാം. ഇരുന്ന് അനങ്ങി പുറത്ത് വന്നാലും മതി. ധൃതിയൊന്നും ആലോചിച്ച് പേടിച്ചിരിക്കരുത്. ഇത്രയും സ്പീഡൊന്നും വേണ്ട. പതുക്കെ പോയാൽ മതി. മാമിന്റെ കയ്യിൽ തന്നെ സ്റ്റിയറിംഗ് നിൽക്കും. അപ്പം
പോകാൻ പറ്റുന്നില്ല, ഹോൺ അടിക്കുക. പോട്ടെ. മുന്നിലെ വളവ് കണ്ട മാം, നമുക്ക് മറുവശം കാണാൻ വയ്യ. അത് കാണാൻ ശ്രമിക്കുകയും ചെയ്യരുത്. മാമിന്റെ സൈഡ് മാമിന് കാണാം, ആ സൈഡിനനുസരിച്ച് വണ്ടി പോയി വേണം. ഒന്ന് വേഗത കുറച്ച് കൊടുക്കാം. നമ്മുടെ സൈഡ് നമുക്ക് കാണാം. സ്പീഡ് വേണ്ട. ഇവിടെ തന്നെ മാം കാറിനെ ശ്രദ്ധിച്ചിരിക്കരുത്. നമ്മുടെ ട്രാക്ക് നോക്കിപ്പോട്ടെ. ഇതാ വീഗാലാൻഡ് റോഡാണോ? ഇപ്പോഴും അവരെ നോക്കിയിരുന്നാൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ സൈഡ് നോക്ക്. മാമിന് വേണ്ടുന്ന സ്ഥലം പതുക്കെ പതുക്കെ എടുക്ക്. മാമിന്റെ സ്ഥലം വൈഡാകുന്നതനുസരിച്ച് അത് വിട്ടും കൊടുത്തേക്കണം. ലെഫ്റ്റ് സൈഡിൽ സ്ഥലം ഇല്ലാതാവുമ്പോൾ അകന്ന സ്ഥലം എടുക്കുകയും വേണം. ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ സ്ഥലം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സൈഡിലേക്ക് വരികയും വേണം നമ്മൾ. സ്റ്റിയറിംഗ് ബാലൻസ് ആയാ മാം? കുഴപ്പമില്ലല്ലോ. ഇനി ആ പേടി, ഉള്ളിലൊരു ഭയമുണ്ട്, അതും കൂടെ എടുത്ത് കളഞ്ഞാൽ ഓക്കെ ആവും. എതിരെ വരുന്നവരെ നോക്കി മാം ഇരിക്കരുത്. നമ്മുടെ സൈഡ് ഇല്ലെങ്കിൽ വേഗത കുറച്ച് നിന്നോണം. നമുക്ക് സൈഡ് ഉണ്ടെങ്കിൽ മുന്നിലേക്ക് നീങ്ങിക്കോണം. ഇല്ലാത്ത സ്ഥലം ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കരുത് മാം. അയാളിങ്ങനെ കയറി വരുന്ന കാണുമ്പോഴത്തേക്ക് മാം അങ്ങ് ഒതുങ്ങി സ്ഥലം കൊടുക്കരുത് ആവശ്യമില്ലാതെ. ഇത് കണ്ടത് നമ്മുടെ സ്ഥലം ഇടുങ്ങാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇത്തിരി അങ്ങനെ ഇവിടെ തന്നെ നോക്കി, ഇതായിട്ട് തട്ടാത്ത രീതിയിൽ കൊണ്ടു മാം. പോട്ടെ. ഉണ്ടാവും ഇവിടെ. ഇടയ്ക്കൊന്നും സ്റ്റക്കായില്ല. ഒരു ഹോൺ അടിച്ചാൽ അയാൾ അറിയും നമ്മൾ പുറകിലുണ്ടെന്ന്. അതെ, അയാൾക്ക് വേണ്ടുന്ന സ്ഥലം എടുക്കും മാം. കുറേശ്ശെ ഇങ്ങനെ അയാൾക്ക് വേണ്ടുന്ന സ്ഥലം എടുത്ത് വെച്ചോണം. ഓക്കെ ആണോ? എന്നിട്ട് വേണം അയാളെ പാസ് ചെയ്ത് പോവാൻ. പോട്ടെ. സ്ഥലം നോക്കി തന്നെ തിരിഞ്ഞു പോകാൻ. ഈ സ്ഥലം മാത്രം നോക്കി തിരിഞ്ഞു പോകാം. അതുപോലെ നേരെ പോട്ടെ. ഒഴിഞ്ഞു മാറുമല്ല, വണ്ടിയുടെ വേഗത കുറച്ചേ കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പൊ മാം ആ വലിയ വണ്ടി വന്നപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിക്കാൻ നോക്കിയില്ലേ? അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചേ കൊടുക്കാവുള്ളൂ. കയറ്റം കയറുക, മുന്നിലൊരു വളവും ഉണ്ട്. ഒരുപാട് ചവിട്ടി വെക്കണ്ട, ആവശ്യത്തിന് മാത്രം വേഗത കൊടുത്ത് കയറുക. മുന്നോട്ട് കയറും തോറും ആ റോഡ് കാണാൻ പറ്റും.
ബസ്സിൽ നോക്കി ഇരിക്കരുത്. ബസ്സുകാരെ അവരെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് അങ്ങ് പൊയ്ക്കോളൂ. ഓക്കെ അല്ലേ? ആ അതൊക്കെ സ്ലോ ചെയ്ത് കയറ്റം കയറി ടോപ്പിൽ വന്ന് കണ്ട, പിന്നെ അതേ സ്പീഡ് തന്നെ കൊടുത്ത വണ്ടി പറന്നങ്ങ് പോകും. അപ്പോൾ വേഗതയിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തിക്കണം. നമ്മൾ കയറ്റം കയറാൻ വേണ്ടിയാണ് ആക്സിലേറ്റർ കൊടുത്തത്. കയറി ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്ററിൽ ചെറിയൊരു വേരിയേഷൻ വന്നോണം. വലത്തോട്ട് നോക്കിയിരിക്കരുത്. നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്തേ പോകാവുള്ളൂ. നമ്മുടെ സൈഡിൽ സ്പേസ് വന്നാൽ നമ്മുടെ സൈഡിലേക്ക് മാറിക്കോണം. വേഗതയിൽ ഒരു കുറവ് വരുത്തി അയാൾ ഈസി ആയിട്ട് നമ്മളെ കടന്നു പോവുകയും ചെയ്യും. വേഗത കുറയ്ക്കുകയും ചെയ്യാവുള്ളൂ, ഒഴിഞ്ഞു മാറരുത് മാം. ഈ ഓട്ടോറിക്ഷ തട്ടാത്തൊരകലം എടുത്തു പോയി, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ സ്ഥലം കിടക്കുന്നുണ്ട്. ആ ഒന്ന് ഹോൺ അടിച്ചു നല്ല പോലെ. ആ അതെ. പയ്യൻ മാത്രമാണ് നമുക്ക് തടസ്സം. ഒരു ഹോൺ അടിച്ചില്ല. ആ അതെ. ഞാൻ എൻ്റെ സൈഡ് കീപ്പ് ചെയ്ത് തന്നെ